ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 62 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. യദി ശുദ്ധ്വാ വാചം വിദുരയി ഭവാനാഹ സരസം ധികേതന്നോ സത്യം മഖവജനിതാ വൃഷ്ടിരിതിയൻ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷ കിമിവ ബലിമിന്ദ്രായ രരേ. അന്വയം അർത്ഥം. അയി അല്ലയോ ഭഗവാൻ, പിതു പിതാവായ നന്ദഗോപന്റെ, വാചം വാക്കിനെ, ഇതി പ്രകാരം, ശുദ്ധ്വ കേട്ടിട്ട്, ഭവാൻ അവിടുന്ന്, സരസം മധുരമായിട്ട്, ആഹ പറഞ്ഞു, വൃഷ്ടി മഴ, മകവ ജനിത ഇതി ഇന്ദ്രനാണ് ഉണ്ടാക്കുന്നത് എന്ന്, യത് യാതൊരു വിശ്വാസമുണ്ടോ, ഏതത് ഈ വിശ്വാസം, സത്യം നോ സത്യമല്ല, ധിക് അതു നിന്ദ്യമാകുന്നു, ജീവാനാം ജീവന്മാരുടെ, അദൃഷ്ടം കർമ്മങ്ങളുടെ ഫലം, സമുചിതം യോജിച്ച, വൃഷ്ടി മഴയെ, സൃജതി ഖലു സൃഷ്ടിക്കുന്നു, മഹാരണ്യെ വലിയ കാട്ടിൽ, വൃക്ഷാക മരങ്ങൾ, ഇന്ദ്രായ ഇന്ദ്രനായിക്കൊണ്ട്, ബലിങ് പൂജ, ദദതേ കിമിവ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ. ഹരി ഓം. സാരം: ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു എന്ന വിശ്വാസം മൂഢന്മാരുടേതാണ്. കർമ്മഫലമാണ് മഴയ്ക്ക് കാരണം. വൻകാടുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് മഴ കിട്ടുന്നത് അവ ഇന്ദ്രന് യാഗം നടത്തിയിട്ടല്ലല്ലോ. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഇദം താപം സത്യം യദിഹ പശുവോ നകുലധനം തഥാ ജീവ്യായാസൗ ബലിരജലഭർത്രേ സമുചിതഃ സൂര്യേഭ്യോ അപ്യുത്കൃഷ്ട നനു ധരണിദേവാക്ഷിതലേ തഥാസ്തേ അപ്യാരാധ്യ ഇതി ജഗതിധാ ത്വം നിജജനാൻ. അന്വയം അർത്ഥം. ഇഹ ഇവിടെ, പശുവക പശുക്കൾ, നഖ നമ്മുടെ, കുലധനം കുലസമ്പത്താകുന്നു എന്ന് പറഞ്ഞു. യത് യാതൊന്നാണോ, ഇതം ഇത്, സത്യം താവത് സത്യമാണ്, തഥാ ജീവ്യായ അവയ്ക്ക് സുഖമായി ജീവിക്കാൻ, അസൗ ബലി ഈ ബലി, അജലഭർത്രേ പർവ്വതരാജന്, സമുചിത ചെയ്യുന്നതാണ് യോജിച്ചത്, ക്ഷിതിതലേ ഭൂമിയിൽ, ധരണീദേവ ബ്രാഹ്മണൻ, സുരേപ്യ അഭി ദേവന്മാരെക്കാൾ, ഉത്കൃഷ്ട നനു ശ്രേഷ്ഠന്മാരാകുന്നു, തഥാ അതിനാൽ, തേ അഭി അവരും, ആരാധ്യാക ആരാധിക്കപ്പെടേണ്ടവരാണ്, ഇതി പ്രകാരം, ത്വം അങ്ങ്, നിജജനാൻ തൻ്റെ ആളുകളോട്, ജഗതിധ പറഞ്ഞു. ഹരി ഓം. സാരം: നമ്മുടെ വംശത്തിൻ്റെ സമ്പത്ത് പശുക്കളാണെന്ന സത്യം മറക്കരുത്. അവയുടെ ജീവനത്തിന് ആവശ്യമായ പുല്ലും വെള്ളവും നൽകുന്ന ഗോവർദ്ധന പർവ്വതത്തെ നാം പൂജിക്കണം. ഭൂസുരന്മാർ ദേവന്മാരേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. ഹരി ഓം.